സഹോദരങ്ങളെ, യുവത്വത്തിന്റെ ഡെഫിനിഷൻ എന്താണ് അതിന്റെ താരീഫ്, എന്താണ് അതിന്റെ നിർവചനം? യുവത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹു പടച്ചിട്ടുള്ള പടപ്പുകളിൽ എന്താണ് യുവത്വം എന്ന് ചോദിച്ചാൽ ആ പടപ്പുകളെ സൃഷ്ടിച്ചതിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രയോജനം ചിന്തിക്കണം. അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രയോജനം ഏറ്റവും കൂടുതൽ ആരോഗ്യ സമ്പന്നമായി പ്രതിഫലിക്കേണ്ടുന്ന ഒരു സമയമാണ് അവന്റെ യുവത്വം, അല്ലെങ്കിൽ ആ വസ്തുവിന്റെ യുവത്വം. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാറ്റിനും യുവത്വമുണ്ട്. വൃക്ഷങ്ങൾക്കുണ്ട് യുവത്വം, നമുക്കറിയാം. സസ്യങ്ങൾക്കുണ്ട് യുവത്വം. സുന്ദരമായ ഒരു പുഷ്പവാടിയിലേക്ക് നാം കടന്നു ചെന്നാൽ എപ്പോഴും നമുക്ക് സുഗന്ധമൂറുന്ന, നമ്മുടെ നാസാരന്ധ്രങ്ങൾക്ക് ആസ്വാദനം ലഭിക്കുന്ന, നമുക്ക് കാണാൻ ആനന്ദം പകരുന്ന പുഷ്പങ്ങൾ എപ്പോഴും സുന്ദരമായിട്ട് ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധ്യമല്ല. ഒരു പുഷ്പം അത് പൂവിട്ട് സുന്ദരമായ ഒരു കാഴ്ച നമുക്ക് പ്രദാനം ചെയ്യുമ്പോൾ, തുച്ഛമായ നാളുകൾ കഴിയുമ്പോൾ അതിന്റെ ആരോഗ്യ സമ്പന്നമായ ഇതളുകൾ താഴേക്ക് കൊഴിഞ്ഞു വീഴുന്നതായി കാണാം. അതിന്റെ യുവത്വം നഷ്ടപ്പെട്ടു എന്നാണ് നാം മനസ്സിലാക്കാനുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ വൃക്ഷങ്ങൾ പരിശോധിച്ചാലും എല്ലാ കാലവും എക്കാലവും ആ വൃക്ഷങ്ങൾ അതിൽ നിന്നും ഫലം നൽകുകയില്ല. ഒരു നിശ്ചിതമായ കാലം കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന്റെ ഫലങ്ങൾ കുറഞ്ഞു പോകും. അങ്ങനെ ഏതൊക്കെ വസ്തുവിനെ സംബന്ധിച്ച് ശാസ്ത്രം പറയുന്നത്, 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് 8.5 മിനിറ്റ് കൊണ്ട് പ്രകാശം തരുന്ന സൂര്യനുണ്ടല്ലോ, സൺറൈസ്, സൂര്യപ്രകാശമുണ്ടല്ലോ, ആ സൂര്യന്റെ ആയുസ്സിന്റെ ഏതാണ്ട് പകുതി എത്തി എന്നാണ് ശാസ്ത്രം പറയുന്നത്. പറഞ്ഞാൽ ഇപ്പോൾ യുവത്വ സമ്പൂർണമായ സമയമാണ് സൂര്യനുള്ളത്. ഇനി സൂര്യന്റെ പ്രകാശത്തിന് ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശാസ്ത്രം നിഗമിക്കുമ്പോ, ഏതൊക്കെ വസ്തുക്കളെ പരിശോധിച്ചാലും യുവത്വമുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിവ് നാം സമ്പാദിച്ചു വെക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രധാനപ്പെട്ട യുവത്വം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അതീവമായ, അമൂല്യമായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒന്നാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്തിലേക്ക് പറന്നു വിട്ടത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്റെ മുമ്പിലുള്ള ചെറുപ്പക്കാർ, എന്റെ പരിസരത്തുള്ള പെങ്ങന്മാർ, നിങ്ങളൊക്കെ ഒരുപാട് വാഴ കേൾക്കുന്നവരാ, ഒരുപാട് പ്രഭാഷണം കേൾക്കുന്നവരാ, ഒരുപാട് വിജ്ഞാന സമ്പന്നമായ സദസ്സുകളെ സമീപിക്കുന്നവരാ, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്നവരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് സദസ്സുകളിൽ പോയി എന്നതുകൊണ്ട് മാത്രം ഒരു യുവാവിനും യുവതിക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. സദസ്സുകളിൽ കടന്നു വരുമ്പോൾ അള്ളാഹു പ്രത്യേകമായ പ്രതിഫലം നൽകും. അവിടെ ഇരുന്നുറങ്ങിപ്പോയാൽ പോലും, ക്ഷീണം കൊണ്ട് ഇൽമിന്റെ സദസ്സിൽ ഉറക്കം വന്നാൽ പോലും, അവന്റെ 40 ദുരാചാര സദസ്സുകളിൽ പങ്കെടുത്ത്, അനാവശ്യ സദസ്സുകളിൽ പങ്കെടുത്ത്, 40 അങ്ങനെയുള്ള സദസ്സുകളിൽ പങ്കെടുത്ത പാപം ഒരു വിജ്ഞാനത്തിന്റെ സദസ്സ് കൊണ്ട് അത് പ്രാശ്ചിത്തമായി നൽകുമെന്ന് ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കേവലം പ്രതിഫലം ഇല്ല എന്നതല്ല, മറിച്ച് ഒരുപാട് സദസ്സുകളിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ഒരു വിപ്ലവത്തിന്റെ തിരുനാളത്തെ കത്തിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊണ്ട് സാധിക്കുകയില്ല. അതിനെക്കുറിച്ച് നാം സ്വമേധയാ സ്വന്തം ശരീരത്തോട്, സ്വന്തം വ്യക്തി ജീവിതത്തോട്, സ്വന്തം കുടുംബ ജീവിതത്തോട്, സ്വന്തം സാമൂഹികമായ കാഴ്ചപ്പാടുകളോട് എന്റെ പ്രിയപ്പെട്ടവരെ ആഴത്തിൽ ഒരു അപഗ്രഥനം നടത്താതെ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാൻ പറ്റൂല. എന്റെ പരിസരത്തുള്ള യുവതികളും യുവാക്കളും ഗൗരവത്തോടെ ചിന്തിക്കണം. ഇതൊരിടത്താവളമാണ്. ഈ ഇടത്താവളത്തിൽ നമുക്ക് സമ്പാദിക്കാൻ ഏറെ സമ്പാദ്യങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നിട്ടുണ്ട്. ഇവിടെ നാം ഉദ്ദേശിച്ചതുപോലെയുള്ള മുതലുകൾ അത് യഥാർത്ഥ സമ്പാദ്യമല്ല എന്ന് എന്റെ വാക്കല്ല, വിശുദ്ധമായ ഖുർആനിന്റെ വാക്ക്. അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ. ദുനിയാവിലെ വസന്തവും വർണ്ണവും മാത്രമാണ് സമ്പത്തും സന്താനങ്ങളുടെ പ്രൗഢിയും എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ, അള്ളാഹുവിന്റെ ഖുർആൻ ചേർത്തങ്ങ് പറയുന്നു, എന്താണ് അനന്തമായ ലോകത്തിൽ കൊണ്ടുപോകുവാനും ഒരു മനുഷ്യനെ അള്ളാഹു ആരോഗ്യമെന്ന അമൂല്യമായ സമ്പത്ത് തന്ന് സൃഷ്ടിച്ച് പറഞ്ഞു വിട്ടപ്പോൾ, ആ ആരോഗ്യം കൊണ്ട് എന്ത് സമ്പാദ്യമാണ് പരലോകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നും അള്ളാഹു തആല വേർതിരിച്ചു മനസ്സിലാക്കി തരുകയാ. വൽ ബഖിയാത്തുസ് സ്വാലിഹാത്ത്, കൊണ്ടുപോകാനുള്ളത് സ്വാലിഹായ സൽക്കർമ്മമാണ്.
അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാനുള്ളത്, പടച്ചവന്റെ മുമ്പിൽ പ്രതിഫലിക്കുന്നത്, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ പ്രകാശിക്കുന്നത് സ്വാലിഹായ സൽക്കർമ്മമാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട യുവതികൾ, എൻ്റെ ശബ്ദം ഇപ്പോൾ ശ്രവിക്കുന്നവർ, പിന്നീടൊരു സമയത്ത് ഏതെങ്കിലും സംവിധാനത്തിലൂടെ ശ്രവിക്കാൻ അള്ളാഹു ഇടയാക്കിയാൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയുകയാ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യനെ പറഞ്ഞു വിട്ടപ്പോൾ ആ ജന്മത്തോടുകൂടി ആ മനുഷ്യൻ ജനിച്ചു വീഴുന്നതിനോടുകൂടി എല്ലാ കഴിവുകളും അള്ളാഹു കൊടുക്കുന്നില്ല. വിഷയം വളരെ ഗൗരവപ്പെട്ടതാണ്. അത് ചിന്തയോടുകൂടി കേൾക്കണം. കേവലം ഒരു നിരർത്ഥ പ്രഹസന പ്രവർത്തന പ്രഭാഷണവും സദസ്സുമായിട്ട് തതപ്പതിച്ചു പോകരുത്. അങ്ങനെ ഏതെങ്കിലും ഒരു അലങ്കാരത്തിന് വേണ്ടി വന്ന ആളുമല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മനസ്സു തുറന്ന് കേൾക്കാൻ തയ്യാറാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു വീഴുമ്പോൾ സമ്പൂർണമായ കഴിവുകൾ അവൻ അള്ളാഹു കൊടുക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ ജീവിയാണ് മനുഷ്യൻ. ചിന്തിക്കണേ, ലോകത്തിൽ ഏറ്റവും മഹാത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് മനുഷ്യൻ. ആ മനുഷ്യനെക്കാളും അത്ഭുതം ലോകത്ത് അള്ളാഹു പടച്ച ഒരു സൃഷ്ടിക്കുമില്ല. അതെന്തുകൊണ്ടാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ അതിന്റെ ആഴങ്ങളെ അപഗ്രഥിക്കാനുള്ള സമയമില്ല. ആ ഒരു വസ്തുത നാം മനസ്സിലാക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടി. ഫതബാറകല്ലാഹു ബിഅഹ്സനിൽ ഖാലിഖീൻ. സുന്ദരമായ സൃഷ്ടിപ്പ്, അത്ഭുതകരമായ സൃഷ്ടിപ്പ്, അനിർവചനീയമായ സൃഷ്ടിപ്പ്, അമൂല്യമായ സൃഷ്ടിപ്പ് ആ മനുഷ്യന്റെ കാര്യത്തിൽ അല്ലാഹു തആല നടത്തിയിട്ടുള്ളത്. ഒരു കുറ്റവും കുറവില്ല, സമ്പൂർണമായ സൃഷ്ടിപ്പ്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഈ ലോകത്തേക്ക് പറഞ്ഞു വിട്ടത് അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അപ്പൊ പടച്ച തമ്പുരാന് ആരാധനകൾ അർപ്പിക്കുക എന്ന ഏറ്റവും ആധ്യാത്മികമായ അടിസ്ഥാനപരമായ ഉദ്ദേശ ലക്ഷ്യത്തോടെ പടച്ചവൻ പറന്നുവിട്ട അടിമകളും അടിയാറുകളും ഉടമയായ തമ്പുരാന്റെ മുമ്പിൽ ശിരസ് നമിക്കേണ്ട, കുനിക്കേണ്ട പാവപ്പെട്ടവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ശിരസ് കുനിക്കാനുള്ള കഴിവ് ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ കിട്ടുന്നില്ല. ഈ ലോകത്തുള്ള മനുഷ്യനല്ലാത്ത മുഴുവൻ പടപ്പുകളും മുഴുവൻ സൃഷ്ടികളും മുഴുവൻ ചരാചരങ്ങളും മുഴുവൻ അനന്തമായ അമൂല്യമായ പടച്ചവൻ വിധാനിച്ചിട്ടുള്ള മുഴുവൻ വിഭവങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. ചിന്തിക്കണം, മനുഷ്യനെ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും മറ്റ് ജീവികൾക്ക് വേണ്ടിയിട്ട് പടച്ചിട്ടില്ല. ചിന്തിക്കണം, ഈ ലോകത്തിലുള്ള ഏതെങ്കിലും വൃക്ഷങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ പടച്ചിട്ടില്ല. ഈ ലോകത്തിലുള്ള ആകാശമണ്ഡലത്തിന് വേണ്ടി മനുഷ്യനെ പടച്ചിട്ടില്ല. ഈ ലോകത്തിലുള്ള ഭൂമിയുടെ 3/4% സാഗരത്തിന് വേണ്ടി മനുഷ്യനെ പടച്ചിട്ടില്ല. എന്നാലോ മനുഷ്യനല്ലാത്ത മുഴുവൻ പടപ്പുകളും ആർക്ക് വേണ്ടിയിട്ടാ? ഈ മനുഷ്യന് വേണ്ടിയിട്ടാ. ഈ മനുഷ്യൻ വളരെ കാര്യപ്പെട്ട ജീവിയാണെന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ദൗത്യമേതാ? ഈ പറയപ്പെട്ട എല്ലാ വിഭവങ്ങളും എൻ്റെ അവകാശവാദമല്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖലഖലകും മാ ഫിൽ അർദി ജമീആ. ആകാശഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും അതിൻ്റെ ഇടയിലുള്ള മുഴുവൻ വസ്തുക്കളും മനുഷ്യരെ നിങ്ങൾക്ക് പ്രയോജനത്തിന് വേണ്ടിയിട്ടാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പോയിന്റ് ഞാൻ പറയട്ടെയോ? പലപ്പോഴും പല വിഷയത്തിലും പലരും ചിന്തിച്ചിരുന്നു, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന് ഉപകാരപ്രദമാണോ? നിങ്ങൾക്കറിയുമോ, ലോകത്തിൽ അതേ 7 ഭൂഖണ്ഡങ്ങൾ, ഭൂമിയുടെ 7 കഷ്ണങ്ങൾ, 7 ഭൂഖണ്ഡങ്ങളാണ്, 7 വൻകരകളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാം അറിയാം, ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, തുടങ്ങുന്ന 7 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭൂഖണ്ഡങ്ങൾ. ഈ ഭൂഖണ്ഡങ്ങളിൽ അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഐസിന്റെ പാളികൾ മാത്രമുള്ള ഒരു പ്രദേശമുണ്ട്. എന്താ പറഞ്ഞത്? അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഐസുകളുടെ പാളികൾ മാത്രമുള്ള ഒരു പ്രദേശം ഭൂമിയുടെ ഒരു ഭാഗത്ത് അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. അവിടെ മനുഷ്യന് പാർക്കാൻ സാധ്യമല്ല. അവിടെ എല്ലാ ജീവികൾക്കും പാർക്കാൻ സാധ്യമല്ല. അവിടെ പാർക്കുന്നത് പെൻഗ്വിൻ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ജീവികളല്ലാതെ, കയ്യിലെണ്ണാൻ പറ്റുന്ന ജീവികളല്ലാതെ മറ്റൊരു ജീവികളും ഐസിന്റെ പാളികളാൽ നിർമ്മിക്കപ്പെട്ട അത്ഭുതകരമായ ആ ഭൂഖണ്ഡത്തിൽ ഇല്ല.
ശാസ്ത്രം ആദ്യം ഓരോ ഭൂഖണ്ഡങ്ങളെ സംബന്ധിച്ചും പഠിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ ഭൂഖണ്ഡങ്ങളും മനുഷ്യന് ഏതെങ്കിലും തരത്തിൽ ഉപകാരമാണ്. പക്ഷേ ഒരു മനുഷ്യന് കാലുകുത്താൻ പോലും സാധ്യമല്ലാത്ത അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം അത് മനുഷ്യന് ഉപകാരമില്ലാത്തതാണ് എന്ന് ആദ്യം ശാസ്ത്രം പറഞ്ഞിരുന്നു. എന്നാൽ അത്യാധുനിക സജ്ജീകരണങ്ങളും ടെക്നോളജികളും അത് ഡെവലപ്പായതിനു ശേഷം അവർ കാര്യമായ കാഴ്ചപ്പാടോടെ, ഉന്നതമായ ചിന്തയോടെ, അന്വേഷണ ത്വരതയോടെ മുന്നോട്ട് പോയപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയുമോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഐസിന്റെ പാളികളാൽ രൂപപ്പെടുത്തപ്പെട്ട ഈ ഒരു പ്രതലമില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യനും ജീവിക്കാൻ സാധ്യമല്ല. എന്തിനാ ഇത് പറഞ്ഞത്? ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള മുഴുവൻ വസ്തുക്കളും മനുഷ്യരെ നിങ്ങൾക്ക് പ്രയോജനമുള്ളതാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ ഒരു സൃഷ്ടിക്കും പറയാൻ സാധ്യമല്ല ഈ വസ്തു മനുഷ്യന് പ്രയോജനമില്ല എന്ന് പറയാൻ സാധ്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ പറഞ്ഞതെന്താ? അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡം അത് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതലമാണ്, ഒരു പ്രദേശമാണ്. എന്തുകൊണ്ടാ അതിനവര് പേരിട്ടത് AC എന്നാണ്? ഭൂമിയുടെ എയർ കണ്ടീഷൻ ഐസിന്റെ പാളി കൊണ്ട് കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്ന് അതാ നമ്മുടെ ഭൂമിയിലേക്ക് കടന്നു വരുന്ന സൂര്യന്റെ രശ്മികളുണ്ടല്ലോ, ആ സൂര്യന്റെ താപത്താൽ ഈ ഭൂമി ചൂട് പിടിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു വെച്ചിട്ടുള്ള AC സംവിധാനമാണ് ആ പ്രധാനപ്പെട്ട ഭൂഖണ്ഡമെന്ന് ശാസ്ത്രം പിന്നീട് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരെ നമുക്ക് പറയാം, ഖലഖലകും മാ ഫിൽ അർദി ജമീഅ. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഞാനൊരു പോയിന്റ് പറഞ്ഞത്, ആ കൂട്ടത്തില് ആർക്കും ഒരു വിഷയത്തിലും സംശയം തോന്നണ്ട. ഇങ്ങനെ എല്ലാ വസ്തുക്കളും മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് അല്ലാഹു തആല സംവിധാനിച്ചതാ. മനുഷ്യനോ അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളതാ. ഈ അല്ലാഹുവിന് വേണ്ടിയിട്ട് ആരാധനകൾ അർപ്പിക്കാൻ വേണ്ടി പടച്ചതമ്പുരാൻ പറന്നുവിട്ട മനുഷ്യൻ, ആ ആരാധനകൾ, ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ, ആ മനുഷ്യന്റെ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലനത്തോടെ, പ്രകാശത്തോടെ പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ദ യൂത്ത്. അവന്റെ യുവത്വ സമയം. ഞാൻ പറഞ്ഞു അതിന്റെ ഡെഫിനിഷൻ. അള്ളാഹു പടച്ച ഒരു ആ പടപ്പിനെ എന്തിനു വേണ്ടിയിട്ട് പടച്ചോ, ആ പടപ്പിൽ നിന്ന് എന്ത് പ്രയോജനമാണോ പടച്ചവൻ ഉദ്ദേശിക്കുന്നത്, ആ പ്രയോജനം കൂടുതലായി കിട്ടുന്ന ഒരു സമയത്തിനാണ് യുവത്വം എന്ന് പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിനാ മനുഷ്യനെ അള്ളാഹു പടച്ചത്? അള്ളാഹുവിനെ ആരാധിക്കാൻ. ഈ ആരാധനകൾ ആരോഗ്യ സമ്പൂർണമായി നല്ല കർമ്മശേഷി, കർമ്മോത്സുകരായിട്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഒരു യുവാവായ, ഒരു യുവതിയായ, ഒരാണോ പെണ്ണോ റബ്ബിന്റെ മുമ്പിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഉത്സാഹം പോലെ പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാവൂല. കുട്ടികൾക്ക് അത്ര കോൺസെൻട്രേഷൻ കിട്ടൂല, പ്രായമുള്ളവർക്ക് അത്ര ഉത്സാഹം കിട്ടൂല. യുവാവാണ്, യുവതിയാണ് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഏറ്റവും ഉത്സാഹത്തോടുകൂടി പടച്ചവനിലേക്ക് ഓടിയെടുക്കാൻ പറ്റും.